ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്ക് അഥവാ ട്രാൻസ്ഫോമേഴ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ട്രാൻസ്ഫോമേഴ്സും അതിലെ ടൈപ്സ് ഓഫ് ട്രാൻസ്ഫോമറും പിന്നെ അപ്ലിക്കേഷൻസ് അതിൻ്റെ പ്രീവിയസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. എന്താണ് ട്രാൻസ്ഫോമർ എന്നുള്ളത് നോക്കാം. A transformer is a static device of equipment used either for raising or lowering the voltage of an AC supply with a corresponding decrease or increase in current. ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ ഒരു ഡിവൈസ് വോൾട്ടേജിനെ കൂട്ടാനോ അല്ലെങ്കിൽ കുറക്കാനോ വേണ്ടിയിട്ടാണ്, എ സി സപ്ലൈയുടെ വോൾട്ടേജിനെ കൂട്ടാനോ കുറക്കാനോ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ വോൾട്ടേജ് നമ്മൾ കൂട്ടലും അല്ലെങ്കിൽ കുറക്കലും ചെയ്യുന്ന എന്തിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും? കറണ്ടിൻ്റെ ഇൻക്രീസിനോ ഡിക്രീസിങ്ങിനോ കറസ്പോണ്ടിങ് ആയിട്ടാകും നമ്മൾ വോൾട്ടേജ് ഒന്നെങ്കിൽ ലോ ചെയ്യും, അതല്ലെങ്കിൽ റേസ് ചെയ്യുകയും ചെയ്യാം. ഇറ്റ് എസെൻഷ്യലി കൺസിസ്റ്റ് ഓഫ് ടു വൈൻഡിങ്സ്, രണ്ട് വൈൻഡിങ്സ് ഉണ്ട്, പ്രൈമറി ആൻഡ് സെക്കൻഡറി, വൗണ്ട് ഓൺ എ കോമൺ ലാമിനേറ്റഡ് മാഗ്നറ്റിക് കോർ. ഒരു ലാമിനേറ്റഡ് മാഗ്നറ്റിക് കോർമലാണ് എന്തുള്ളത്, ഈ രണ്ട് വൈൻഡിങ്സ് ഉള്ളത്. അതിൻ്റെ ഫിഗർ ഞാൻ കാണിക്കാം. The winding connected to the AC source is called primary winding. AC സോഴ്സിനായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ് പ്രൈമറി വൈൻഡിങ്. ലോഡിനോട് കണക്ട് ചെയ്തിട്ടുള്ളതാണ് എന്ത്, സെക്കൻഡറി വൈൻഡിങ്. അപ്പോൾ ഇതിൽ കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ട്. അതായത് പ്രൈമറി സൈഡിൽ നമുക്കുള്ളത് എന്താണ്, എ സി സപ്ലൈ ആണ്. പിന്നെ സെക്കൻഡറി സൈഡിൽ നമുക്ക് ലോഡും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രൈമറി സൈഡിലുള്ളതെല്ലാം നമ്മൾ 1 വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക, സെക്കൻഡറി സൈഡിലുള്ളതെല്ലാം 2 വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ പ്രൈമറി സൈഡിലുള്ള വോൾട്ടേജ് ആണെങ്കിൽ അത് V1, കറണ്ട് ആണെങ്കിൽ I1, പിന്നെ നമ്പർ ഓഫ് ടേൺസ് ഓഫ് കോയിൽ ആണെങ്കിൽ N1, EMF ആണെങ്കിൽ E1. ഇനി സെക്കൻഡറിയുടെ സൈഡിൽ പറയുകയാണെങ്കിൽ ഒക്കെ N1, N2, V2, E2, I2 അങ്ങനെയാണ് പറയുക. The alternating voltage is applied to the primary സൈഡിലാണ് നമ്മൾ വോൾട്ടേജ് കൊടുക്കുന്നത്. Depending upon the number of turns of primary and secondary, an alternating EMF E2 is induced in the secondary. അപ്പോൾ നമ്പർ ഓഫ് ടേൺസിനെ സംബന്ധിച്ച് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് സെക്കൻഡറി സൈഡിൽ നമ്മൾ പ്രൈമറി സൈഡിൽ നമ്മൾ വോൾട്ടേജ് കൊടുക്കുമ്പോൾ സെക്കൻഡറി സൈഡിൽ എന്ത് ഇൻഡ്യൂസ് ചെയ്യും, EMF ഇൻഡ്യൂസ് ചെയ്യും. ഈ ഇൻഡ്യൂസ് ചെയ്ത EMF കാരണം സെക്കൻഡറി സൈഡിൽ ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും. ഈ കറണ്ടാണ് പിന്നെ എന്തിലൂടെ ഫ്ലോ ചെയ്യുക, നമ്മളെ ലോഡിലൂടെ ഫ്ലോ ചെയ്യാൻ തുടങ്ങുക. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുക, ടെർമിനൽ വോൾട്ടേജ് ആയിട്ടുള്ള V2 നമുക്ക് എന്ത് കിട്ടുക, സെക്കൻഡറി സൈഡിൽ അഥവാ ലോഡിന് അക്രോസ് നമുക്ക് കിട്ടും. ഇനി ഈ നമ്പർ ഓഫ് ടേൺസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് രണ്ട് രീതിയിൽ പറയാം. രണ്ട് ട്രാൻസ്ഫോമർ ഉണ്ട്, ഒന്ന് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും ഒന്ന് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും. അതല്ലെങ്കിൽ നമുക്ക് വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്ത് പറയാം, അല്ലെങ്കിൽ എന്താ പറയുക, കറണ്ടിനെ വെച്ച് പറയാം, EMFനെ വെച്ചിട്ടൊക്കെ പറയാം. എന്ത്, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൻ്റെ കണ്ടീഷൻസ്. അതായത് ഇപ്പോൾ സെക്കൻഡറി വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ പ്രൈമറി വോൾട്ടേജ് ആണെങ്കിൽ അത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. ഇനി സെക്കൻഡറി വോൾട്ടേജ് ലെസ് ദാൻ പ്രൈമറി വോൾട്ടേജ് ആണെങ്കിൽ അത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് നമ്പർ ഓഫ് ടേൺസ് വെച്ചിട്ട് പറയാം. നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി കോയിൽ ഇസ് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി കോയിൽ ആണെങ്കിൽ അതും സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. അതായത് സെക്കൻഡറി സൈഡിലുള്ള എല്ലാം ഗ്രേറ്റർ ആണെങ്കിൽ അതെല്ലാം എന്തിന്റെ കണ്ടീഷനാണ്, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ കണ്ടീഷനാണ്. മറ്റത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന്റെയും കണ്ടീഷൻ. നമുക്ക് ഫിഗർ നോക്കാം. അപ്പൊ ഇതാണ് ഒരു ടിപ്പിക്കൽ ഒരു ട്രാൻസ്ഫോമറിന്റെ ഫിഗർ. ഒരു മാഗ്നറ്റിക് കോർ ഉണ്ട്, അതാണ് നടുക്കുള്ള സ്ക്വയറിലുള്ള കാണുന്നത്. അതിന്മേലാണ് ലാമിനേറ്റ് ചെയ്തിട്ടുള്ളത്, എന്ത്, വൈൻഡിങ്സ് ലാമിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് N1, N2 എന്ന് പറഞ്ഞിട്ട് വൈൻഡിങ്സ് കാണാം. പിന്നെ പ്രൈമറി സൈഡിൽ നമ്മളൊരു വോൾട്ടേജ് സോഴ്സ് കൊടുക്കുന്നുണ്ട്, സെക്കൻഡറി സൈഡിൽ നമുക്കൊരു ലോഡ് ഉണ്ട്. അപ്പൊ പ്രൈമറി സൈഡിലുള്ളതെല്ലാം V1, I1, E1, സെക്കൻഡറി സൈഡിലുള്ളതെല്ലാം E2, I2, V2. അങ്ങനെയാണ് ഒരു ട്രാൻസ്ഫോമറിന്റെ ഒരു ഫിഗർ. ഇനി നമുക്ക് ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. When an alternating voltage V1 is applied to the primary, an alternating flux is set up in the core. This alternating flux links both the windings and induces EMF E1 and E2 according to the Faraday's laws of electromagnetic induction. നമ്മൾ പ്രൈമറി സൈഡിൽ ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോറിൽ ഒരു ഫ്ലക്സ് ഉണ്ടാകും. ഈ ഫ്ലക്സ് എന്ത് ചെയ്യും, ഈ രണ്ട് വൈൻഡിങ്സിനെയും ലിങ്ക് ചെയ്തുകൊണ്ട് ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. ഈ EMF ഇൻഡ്യൂസ് ചെയ്യുന്ന ക്രൈറ്റീരിയ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് നമ്മുടെ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. അതായത് ഒരു ട്രാൻസ്ഫോമറിന്റെ ഒരു ബേസിസ് എന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. എന്തിന്റെ മ്യൂച്വൽ ഇൻഡക്ഷൻ? അവിടെ രണ്ട് നമ്മുടെ പ്രൈമറിയിലുള്ള
സെക്കൻഡറി അത് രണ്ടിൻ്റെയും സർക്യൂട്ട്സിനെ ലിങ്ക് ചെയ്യാണ് അവിടെ ചെയ്യുന്നത്. പിന്നെ ഇവിടെ രണ്ട് ഇൻഡക്റ്റീവ് കോയിൽസ് ഉണ്ട്. അത് രണ്ടും ഇലക്ട്രിക്കലി സെപ്പറേറ്റഡ് ആണ്, പക്ഷെ അവർ മാഗ്നറ്റിക്കലി ലിങ്ക്ഡ് ആണ്, നമ്മുടെ രണ്ട് കോയിലുകളും. പിന്നെ ഇ എം എഫ് ഇ വണ്ണിനെയാണ് നമ്മൾ പ്രൈമറി ഇ എം എഫ് എന്നും ഇ എം എഫ് ഇ ടുവിനെയാണ് നമ്മൾ സെക്കൻഡറി ഇ എം എഫ് എന്നും പറയുന്നത്. പിന്നെ ഈ ഇ വണ്ണിൻ്റെയും ഇ ടുവിൻ്റെയും മാഗ്നിറ്റ്യൂഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മളുടെ സെക്കൻഡറിയിലെയും പ്രൈമറിയിലെയും ഉള്ള നമ്പർ ഓഫ് ടേൺസിനെ ആയിരിക്കും. അപ്പോൾ ഇവിടെ സ്റ്റെപ്പ് അപ്പിൻ്റെയും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൻ്റെയും കണ്ടീഷൻസ് പറയുന്നുണ്ട്, നമ്പർ ഓഫ് ടേൺസിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി അഥവാ N2 ഗ്രേറ്റർ ദാൻ N1 ആണെങ്കിൽ അത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. N2 ലെസ് ദാൻ N1 ആണെങ്കിൽ അത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. If a load is connected across the secondary winding, a secondary EMF will cause a current to flow through the load. നമ്മൾ സെക്കൻഡറി വൈൻഡിങ്ങിൽ ഒരു ലോഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു സെക്കൻഡറി ഇ എം എഫ് ആയിട്ടുള്ള E2 പ്രൊഡ്യൂസ് ചെയ്യും. അത് കാരണം അവിടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും ലോഡിലൂടെ. അങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്ത് തുടങ്ങിയാൽ നമുക്ക് ട്രാൻസ്ഫോമറിനെ എന്തിനു വേണ്ടി യൂസ് ചെയ്യാം? എ സി പവറിനെ ഒരു സർക്യൂട്ടിൽ നിന്നും മറ്റൊന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ ട്രാൻസ്ഫോമറിനെ യൂസ് ചെയ്യാം. ഇനി അതായത് മൊത്തത്തിൽ ഒരു ട്രാൻസ്ഫോമർ എന്താന്ന് വെച്ചാൽ ഇറ്റ്സ് എ ഡിവൈസ് വിച്ച് ട്രാൻസ്ഫർ ഇലക്ട്രിക് പവർ ഫ്രം വൺ സർക്യൂട്ട് ടു അനദർ. ഇനി ഈ പവർ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ തന്നെ അതിൽ എന്ത് ചേഞ്ച് ഓഫ് ഫ്രീക്വൻസി ഒന്നും ഇല്ലാണ്ടാണ് നടക്കുന്നത്. പിന്നെ ഇതിലുള്ള മെയിൻ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. അപ്പോൾ അതിന് മെയിൻ വർക്കിംഗ് എന്ന് പറയുന്നത് പ്രൈമറിയിൽ നമ്മളൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്യും, അപ്പോൾ ഒരു ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഫ്ലക്സ് എന്ത് ചെയ്യും? നമ്മൾ രണ്ട് വൈൻഡിങ്സിലെയും ലിങ്ക് ചെയ്തുകൊണ്ട് ഈ ലിങ്ക് ചെയ്യുമ്പോഴോടൊപ്പം അവിടെ ഇ എം എഫ് ഇൻഡ്യൂസ് ആകും. ഈ ഇൻഡ്യൂസ് ചെയ്ത ഇ എം എഫ് കാരണം കറണ്ട് സെക്കൻഡറിയിൽ ജനറേറ്റ് ചെയ്യും, അപ്പോൾ ലോഡിലൂടെ ഫ്ലോ ചെയ്യും. ഇതാണ് ബേസിക്കലി ഒരു ട്രാൻസ്ഫോമറിന്റെ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്. Next, EMF equation of a transformer ആണ്. Let N1 be the number of turns in primary windings, N2 be the number of turns in secondary windings. Phi m എന്ന് പറയുന്നത് maximum flux ആണ്. Phi m equal to Bm into A. ഇത് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട്. F എന്ന് പറയുന്നത് ഫ്രീക്വൻസി ആണ്, അതിന്റെ യൂണിറ്റ് ഹെർട്സ് ആണ്. പിന്നെ നമുക്കറിയാം ഫ്ലക്സ് ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 1/4 സെക്കൻഡിൽ ഫ്ലക്സ് സീറോയിൽ നിന്ന് മാക്സിമം വാല്യൂ അഥവാ ഫൈ എം എന്ന് പറഞ്ഞ വാല്യൂയിലേക്ക് എത്തുന്നുണ്ട്. ഫിഗർ ഗ്രാഫ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ 1/4 സെക്കൻഡിലാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് എന്ന് പറയുന്നത് 5m/1/4 f ആണ്. അത് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 4f 5m വെബർ പെർ സെക്കൻഡ് ഓർ വോൾട്ട്. ഈ വെബർ പെർ സെക്കൻഡ് ഓർ വോൾട്ട് എന്ന് പറയുന്നത് യൂണിറ്റ് ആണ്. Now rate of change of flux per turn means induced EMF in volt ആണ്. അപ്പോൾ ആവറേജ് EMF per turn എന്ന് പറയുന്നത് 4f5m ആണ്. വോൾട്ട്, അത് വോൾട്ട് എന്നുള്ളത് യൂണിറ്റ് ആണ്. ഓക്കെ, ഇനി ഇതിൽ നിന്നാണ് നമ്മൾ എന്ത് ഡെവലപ്പ് ചെയ്യുന്നത്? EMF ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യുന്നത്. If flux phi m varies sinusoidally, then the RMS value is obtained by multiplying average value with the form factor. ഈ phi m ന്റെ വേവ് ഫോം സൈനുസോയിഡലി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് RMS വാല്യൂ കിട്ടുന്നെങ്കിൽ എന്ത് ചെയ്യണം? ആവറേജ് വാല്യൂവിനെ ഫോം ഫാക്ടറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? RMS വാല്യൂ കിട്ടുക. അപ്പൊ അതിൽ നിന്ന് നമുക്കറിയാം ഫോം ഫാക്ടർ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാം? RMS വാല്യൂ ബൈ ആവറേജ് വാല്യൂ. ഇത് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട്. ഈ സെക്ഷൻ നിങ്ങൾ എന്തായാലും ആ സെക്ഷനും കൂടെ നോക്കിയിട്ട് കമ്പൈൻ ചെയ്തിട്ട് പഠിക്കാം. അപ്പൊ ഫോം ഫാക്ടറിന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 1.11. അപ്പൊ RMS വാല്യൂ ഓഫ് EMF പെർ ടേണിന്റെ എങ്ങനെയാവും? ഫോം ഫാക്ടർ ഇൻറ്റു ആവറേജ് വാല്യൂ. അപ്പൊ എങ്ങനെയാവും? നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട് ഫോം ഫാക്ടർ ഇവിടെ എത്ര കിട്ടി? നമുക്ക് 1.11 ആണെന്ന് കിട്ടി. ആവറേജ് വാല്യൂ ഓഫ് EMF പെർ ടേൺ നമുക്ക് നേരത്തെ കിട്ടി 4f5m എന്ന് കിട്ടി. അപ്പൊ 1.11 ഇൻറ്റു 4 ആണ് എന്തായത് മാറിയത്? 4.44 ആയി മാറിയത്. ഓക്കെ, ഇനി പ്രൈമറി വൈൻഡിങ്ങിലും സെക്കൻഡറി വൈൻഡിങ്ങിലും EMF നോക്കാം. E1 is equal to 4.44 f n1 into 5m. n1 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി ആണ്. ഓക്കെ, 5m നമുക്ക് ലാസ്റ്റ് നമ്മൾ കണ്ടു. 5m എന്ന് പറഞ്ഞാൽ bm into a ആണ്. അതാണ് അവിടെ 5m മാറ്റിയിട്ട് bm into a ആക്കിയിട്ട് നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടിയത്. അതുപോലെ തന്നെയാണ് സെക്കൻഡറിയിലും n1ന്റെ പകരം n2 ആക്കിയേ ഉള്ളൂ, 5m ന് പകരം bm into a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു.
അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് കിട്ടിയതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ E1/N1 is equal to E2/N2 is equal to 4.44 into F5M. ഇതാണ് നമ്മളുടെ ഫൈനൽ EMF ഇക്വേഷൻ ഓഫ് എ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ട്രാൻസ്ഫോമറിന്റെ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. അത് മിക്കതും ഈ ഒരു എക്സ്പ്രഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അപ്പോൾ നിർബന്ധമായിട്ടും ഈ ഒരു സെക്ഷൻ എന്തായാലും പഠിച്ചിരിക്കുക കേട്ടോ. നെക്സ്റ്റ് വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ. വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. നമുക്കറിയാം E1 നമ്മൾ നേരത്തെ കണ്ടു, E1/N1 is equal to E2/N2 is equal to a constant K. ഈ K എന്ന് പറയുന്ന ഈ കോൺസ്റ്റന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ നേരത്തെ കണ്ടു E1/N1 E2/N2 is equal 4.44 F5 എന്ന് കണ്ടല്ലോ. അവിടെ നമ്മളൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണത്. ആ കോൺസ്റ്റന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്ന് പറയുന്നത്. ഇനി ഇവിടെ സിമിലർ ആയിട്ട് തന്നെ ഈ കെന്റെ വാല്യൂ, കോൺസ്റ്റന്റിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. കോൺസ്റ്റന്റിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ, അതായത് വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോന്റെ വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ അത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. ഇനി കറണ്ട് റേഷ്യോ ആണ്. കറണ്ട് റേഷ്യോന്റെ മറ്റൊരു പേരാണ് എന്ത്, ടേൺസ് റേഷ്യോ എന്ന് പറയുന്നത്. ഒരു ഐഡിയൽ ട്രാൻസ്ഫോമറിന്റെ കേസിൽ പ്രൈമറി വോൾട്ട് ആംബിയർ എന്ന് പറയുന്നത് സെക്കൻഡറി വോൾട്ട് ആംബിയറും തമ്മിൽ എന്താണ്, ഈക്വൽ ആണ്. അതാണ് പ്രൈമറിയിലുള്ള വോൾട്ടേജ് ആംബിയറും സെക്കൻഡറിയിലുള്ള വോൾട്ടേജ് ആംബിയറും ഈക്വൽ ആണ്. അങ്ങനത്തെ കേസിൽ നമുക്ക് അപ്പോൾ എങ്ങനെ എഴുതാം, വോൾട്ടേജിന്റെ യൂണിറ്റ് നമുക്കറിയാം വി ആണ്, ആംബിയർ എന്ന് പറഞ്ഞാൽ കറണ്ട് ആണ്, അത് ഐ ആണ്. അപ്പോൾ V1I1 is equal to V2I2. ഇതാണ് എന്ത്, കറണ്ട് റേഷ്യോ പറയുന്നത്. അപ്പോൾ അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ഇങ്ങനെ എഴുതാം, V1 ബൈ, അതായത് ക്രോസ് മൾട്ടിപ്ലൈ അല്ല, വോൾട്ടേജിന് ഒരു സൈഡിലേക്കും കറണ്ടിന് ഒരു സൈഡിലേക്കും. അപ്പോൾ V1/V2 is equal to I2/I1 ഈക്വൽ ടു 1/K. നേരത്തെ നമുക്ക് വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോയിൽ വെറും K ആയിരുന്നു, ഇവിടെ 1/K ആണ്. അതായത് കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് ഇൻവേഴ്സ് ഓഫ് എന്താണ്, വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ആണ്. അതാണ് വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോയും കറണ്ട് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോയും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി നെക്സ്റ്റ് ടോപ്പിക് ഓട്ടോ ട്രാൻസ്ഫോമർ. ഇതുവരെ നമ്മൾ സാധാ ഒരു ടിപ്പിക്കൽ ഐഡിയൽ ട്രാൻസ്ഫോമറിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ. ആൻ ഓട്ടോ ട്രാൻസ്ഫോമർ ഈസ് ആൻ ഇലക്ട്രിക്കൽ ട്രാൻസ്ഫോമർ ഹാവിംഗ് ഓൺലി വൺ വൈൻഡിങ്. നമ്മൾ നേരത്തെ പറഞ്ഞ ട്രാൻസ്ഫോമറിൽ രണ്ട് വൈൻഡിങ്സ് ഉണ്ടായിരുന്നു, പ്രൈമറി സെക്കൻഡറി അല്ലേ. ഇവിടെ രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ഒരൊറ്റ വൈൻഡിങ് ആണ് ഉള്ളത്. ദാറ്റ് ഈസ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഷെയർസ് സെയിം കോമൺ സിംഗിൾ വൈൻഡിങ്. രണ്ടിനും കൂടെ ഒരു സിംഗിൾ വൈൻഡിങ് ആണുള്ളത്. And the primary and secondary are not electrically isolated from each other. രണ്ടും electrically isolated അല്ല. In auto transformer, one single winding is used as primary winding as well as a secondary winding. But in two winding transformer, two different windings are used for primary and secondary purpose. ഓട്ടോ ട്രാൻസ്ഫോമറിൽ ഒരു വൈൻഡിങ്ങിനെയാണ് നമ്മൾ പ്രൈമറി സെക്കൻഡറി ആയിട്ടെല്ലാം ഉപയോഗിക്കുന്നത്. പക്ഷെ മറ്റ് രണ്ട് വൈൻഡിങ്സ് ഉള്ള ട്രാൻസ്ഫോമറിൽ ഒന്നിനെ നമ്മൾ പ്രൈമറി മറ്റൊന്നിനെ സെക്കൻഡറി ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഡയഗ്രാം ആണ് താഴെ തന്നിട്ടുള്ളത്. പ്രൈമറി, ഇവിടെ ഒരു വോൾട്ടേജ് ഉണ്ട്, അപ്പുറത്ത് എക്രോസ്, ലോഡിന് എക്രോസ് ഉള്ള വോൾട്ടേജ് V2, പിന്നെ അതിന് അവിടെ ഒരു ലോഡ് I2 ഒക്കെ സെക്കൻഡറി ആണ്, പിന്നെ അവിടെ I1 V1 അതെല്ലാം പ്രൈമറി ആണ്. AB ആണ് നമ്മളുടെ വൈൻഡിങ്, പിന്നെ BC ആണ്, BCനെയാണ് മൊത്തം ABനെ പ്രൈമറി വൈൻഡിങ്ങും BCനെ സെക്കൻഡറി വൈൻഡിങ്ങും ആയിട്ടാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, BC എന്ന് പറഞ്ഞ പോയിന്റിനെയാണ് സെക്കൻഡറി വൈൻഡിങ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. വൈൻഡിങ് AB-നെ നമ്മൾ N1 ആയിട്ട് എടുക്കും, അതായത് പ്രൈമറി വൈൻഡിങ്. ദിസ് വൈൻഡിങ് ഈസ് ടാപ്ഡ് ഫ്രം പോയിന്റ് C and the portion BC is considered as secondary. BC-നെ ഇവിടെ സെക്കൻഡറി ആയിട്ട് എടുക്കും. ഇനി നമ്പർ ഓഫ് ടേൺസ് ഇൻ BC-നെ നമ്മൾ N2 ആയിട്ട് എടുക്കുക, N1-നെ നമ്മൾ പ്രൈമറിയിലുള്ളതും. If a voltage V1 is applied across the winding between A and B, അതായത് നമ്മളൊരു V1 വോൾട്ടേജ് എക്കും ബിക്കും എക്രോസ് ആയിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ വോൾട്ടേജ് പെർ ടേൺ ഇൻ ദിസ് വൈൻഡിങ്, അതിന് AB-ക്ക് എക്രോസ് ഉള്ള വോൾട്ടേജ് പെർ ടേൺ എന്ന് പറയുന്നത് V1/N1. വോൾട്ടേജ് പെർ ടേൺ, നമ്പർ ഓഫ് ടേൺ ആണല്ലോ നമ്മളെ N. അപ്പോൾ വോൾട്ടേജ് പെർ ടേൺ എന്ന് പറഞ്ഞാൽ V1/N1. ഓക്കെ, now the voltage across the portion BC will be V1/N1 into N2. And from the figure above, this voltage is V2. നമുക്കറിയാം സെക്കൻഡറി സൈഡിലുള്ള വോൾട്ടേജ് ലോഡിന് അക്രോസ് ഉള്ളത് V2 ആണെന്ന് ആ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ V1/N1 into N2 is equal to V2.
അത് ഒന്ന് റീഅറേഞ്ച് ചെയ്തതാണ്. V2/V1 ആ V1നെ ഇങ്ങോട്ടേക്ക് എടുത്താണ് ഈക്വൽ ടു N2/N1 ഈക്വൽ ടു K. ഇതാണ് ഒരു ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ ഒരു EMF ഇക്വേഷൻ എന്ന് പറയുന്നത്. V2/V1 is equal to N2/N1 is equal to K. Okay. As BC portion of the winding is considered as secondary, it can be easily understood that the value of a constant K is nothing but it is the turns ratio or voltage ratio of the auto transformer. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടാണ് voltage transformation ratio ആണ് K എന്നല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കണ്ടതും V2/V1 is equal to N2/N1 is equal to K എന്നാണ് നമ്മൾ പറഞ്ഞത്. ആ K എന്ന് പറയുന്നത് നമ്മളുടെ എന്തുതന്നെയാണ് voltage ratio of the auto transformer ആണ്. ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ വോൾട്ടേജ് റേഷ്യോ ആണ് അപ്പോൾ നമുക്കത് കിട്ടിയത്. When a load is connected between secondary terminals, current I2 starts flowing and current in the secondary winding is the difference of I2 and I1. അതായത് എന്താ പറയുക, ലോഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, ബി സി നെക്രോസ് അവിടെ കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അവിടെ കിട്ടുന്ന കറണ്ട് തന്നെയാണ് നമ്മളുടെ I2 I1ന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ അഡ്വാൻറ്റേജസ് ആണ് സേവിങ്സ് ഓഫ് കോപ്പർ, ലെസ് കോസ്റ്റ്ലി ആണ്, ബെറ്റർ റെഗുലേഷൻ ആണ്, ഹയർ എഫിഷ്യൻസി എല്ലാം ഉണ്ട്. എങ്കിൽ പോലും ഈ ഓട്ടോ ട്രാൻസ്ഫോമർ അങ്ങനെ എല്ലാ ഇൻഡസ്ട്രിയൽ പർപ്പസിലൊന്നും എന്ത് ചെയ്യാറില്ല, യൂസ് ചെയ്യാറില്ല. നമ്മളെല്ലാം നമ്മുടെ 2 വൈൻഡിങ് ട്രാൻസ്ഫോമർ തന്നെയാണ് മിക്കതിലും യൂസ് ചെയ്യാറ്. ഡിസഡ്വാൻറ്റേജസ് പറയാം. നമ്മൾ ഒരുപാട് അഡ്വാൻറ്റേജസ് പറഞ്ഞു. നമ്മളിത് വൈഡ്ലി യൂസ് ചെയ്യാത്തതിന് ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ ഇതിന് സെക്കൻഡറി വൈൻഡിങ്ങും പ്രൈമറി വൈൻഡിങ്ങും നോട്ട് ഇൻസുലേറ്റഡ് ആണ്, ഇൻസുലേറ്റഡ് അല്ല ഇവർ. പിന്നെ if an auto transformer is used to supply a low voltage from a high voltage, there is a break in secondary winding and the full primary voltage across the secondary terminal, which is dangerous to the operator and the equipment. അതായത് ഒരു ഹൈ വോൾട്ടേജിൽ നിന്നും ഒരു ലോ വോൾട്ടേജിലേക്ക് പെട്ടെന്ന് നമുക്ക് സപ്ലൈ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് കൊണ്ട് ഓട്ടോ ട്രാൻസ്ഫോമർ കൊണ്ട് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സാധിക്കില്ല. കാരണം എന്ത് ചെയ്യും, ആ സമയത്ത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോ ട്രാൻസ്ഫോമറിൽ ഈ രണ്ട് വൈൻഡിങ്സും ഇൻസുലേറ്റഡ് അല്ലാത്തത് കൊണ്ട് തന്നെ ഈ സെക്കൻഡറി വൈൻഡിങ്ങിൽ എന്ത് സംഭവിക്കും, ഒരു ബ്രേക്ക് ഉണ്ടാകും. ഈ ബ്രേക്ക് കാരണം ഈ ബ്രേക്ക് ഉണ്ടാകുമ്പോൾ അത് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കുണ്ട് ഒരുപാട് ഡേഞ്ചറസ് ആണത്. ഓക്കെ, ഇത് ലിമിറ്റഡ് പ്ലേസസിലൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഓട്ടോ ട്രാൻസ്ഫോമർ. അതായത് ഇൻപുട്ട് വോൾട്ടേജും ഔട്ട്പുട്ട് വോൾട്ടേജും ചെറിയ വേരിയേഷൻ ഉള്ള കേസസിൽ മാത്രമേ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, ഓട്ടോ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അപ്ലിക്കേഷൻസ് ഓഫ് ഓട്ടോ ട്രാൻസ്ഫോമർ. ഈ എന്താ പറയുക, ഓട്ടോ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്ന മെയിൻ സംഭവങ്ങൾ വോൾട്ടേജ് റെഗുലേറ്റേഴ്സിൽ, പിന്നെ ഡിസ്ട്രിബ്യൂഷൻ കേബിൾസ് വോൾട്ടേജ് ഡ്രോപ്പ് ഒക്കെ കറക്റ്റ് ചെയ്യാൻ, പിന്നെ പവർ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഇൻ ഓഡിയോ സിസ്റ്റം ആൻഡ് റെയിൽവേസിലൊക്കെ എന്താണ് യൂസ് ചെയ്യാറ്, ഓട്ടോ ട്രാൻസ്ഫോമർ. എങ്കിൽ പോലും ഇത് മറ്റേ നമ്മളുടെ ടിപ്പിക്കൽ ട്രാൻസ്ഫോമറിനെ പോലെ വൈഡ്ലി എന്ത് ചെയ്യുന്നില്ല, ഈ ഓട്ടോ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യാറില്ല. പിന്നെ സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടോറിൽ ഒരു സ്റ്റാർട്ടർ ആയിട്ട് എന്തിനു നമുക്ക് യൂസ് ചെയ്യാം, ഈ ഓട്ടോ ട്രാൻസ്ഫോമറിനെ യൂസ് ചെയ്യാം. മെയിൻ ആയിട്ടുള്ള റീസൺ ഇതാണ്, അതിന്റെ രണ്ട് വൈൻഡിങ്സും ഇൻസുലേറ്റഡ് അല്ലാത്തത് കൊണ്ട് തന്നെ വോൾട്ടേജ് ചേഞ്ച് നമ്മൾ ഹൈന്ന് ലോക്കോ അല്ലെങ്കിൽ ലോന്ന് ഹൈയിലേക്കൊക്കെ ആക്കുമ്പോൾ എന്തുണ്ടാവും, അതിൽ സെക്കൻഡറി വൈൻഡിങ്സിൽ ഒരു ബ്രേക്കേജ് ഉണ്ടാകും. അത് നമുക്ക് ഒരുപാട് ഡേഞ്ചറസ് ആണ്. അതുകൊണ്ടാണ് ഇത് എന്ത് ചെയ്യാത്തത്, വൈഡ്ലി ഈ ഓട്ടോ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യാത്തത്. ഇതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അതാണ്. ക്ലാസിഫിക്കേഷൻസ്, ഇത് നിങ്ങൾക്ക് ക്ലാസിഫിക്കേഷൻസ് ഡീറ്റെയിൽസ് ആയിട്ട് ഇത് എക്സ്പ്ലനേഷൻ ഒന്നും പഠിക്കാനില്ല, ജസ്റ്റ് ഇങ്ങനെ അറിഞ്ഞിരുന്നാൽ മതി. കോറിനെ ബേസ് ചെയ്തിട്ട് അത് കോർ ടൈപ്പ് ആൻഡ് ഷെൽ ടൈപ്പ്. വൈൻഡിങ്സിനെ ബേസ് ചെയ്തിട്ട് 3 ഉണ്ട്, 2 വൈൻഡിങ്, സിംഗിൾ വൈൻഡിങ്, 3 വൈൻഡിങ്. ഫേസിനെ ബേസ് ചെയ്തിട്ട് 2 ഉണ്ട്, സിംഗിൾ ഫേസ് ആൻഡ് 3 ഫേസ്. ഫംഗ്ഷൻസിനെ ബേസ് ചെയ്തിട്ട് 3, പവർ ട്രാൻസ്ഫോമർ, ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ, ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫോമർ. അതിൽ തന്നെ വീണ്ടും 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്, കറന്റ് ട്രാൻസ്ഫോമർ ആൻഡ് പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ. അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയണ്ട, ജസ്റ്റ് നെയിംസ് മാത്രം അറിഞ്ഞിരിക്കുക. ടൈപ്പ് ഓഫ് കൂളിംഗിനെ ബേസ് ചെയ്തിട്ട് 3 ഉണ്ട്, നാച്ചുറൽ കൂൾഡ്, ഫോഴ്സ് എയർ കൂൾഡ്, വാട്ടർ കൂൾഡ്. നാച്ചുറൽ എയർ കൂൾഡ് തന്നെ വീണ്ടും 3 ക്ലാസിഫിക്കേഷൻ, ഫോഴ്സ് എയർ കൂൾഡിൽ 2 ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, വാട്ടർ കൂൾഡിലും വീണ്ടും 2 ക്ലാസിഫിക്കേഷൻസ്. ജസ്റ്റ് നെയിംസ് മാത്രം ഓർത്തിരിക്കുക. പിന്നെ ടൈപ്പ് ഓഫ് ലൊക്കേഷനെ ബേസ് ചെയ്തിട്ട് 2 ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ക്ലാസിഫിക്കേഷൻ. ഇൻഡോറിൽ യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോമറും ഔട്ട്ഡോറിൽ യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോമറും. ഇനി എന്താണ് ഒരു വെൽഡിംഗ് ട്രാൻസ്ഫോമർ, എന്താണ് ഒരു പവർ ട്രാൻസ്ഫോമർ? ഈ പവർ ട്രാൻസ്ഫോമർ ആണ് നമ്മൾ മിക്ക വീട്ടിലും നല്ല ഹൈ വോൾട്ടേജ് അങ്ങനത്തെ ഹൈ എന്താ പറയുക
പവർ ട്രാൻസ്മിഷൻസിനും ഒക്കെ നമ്മൾ എന്താണ് നല്ല ഹൈ ലോഡൊക്കെ വേണമെങ്കിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ആ സംഭവം പവർ ട്രാൻസ്ഫോമർ ആണ്. ഇനി വെൽഡിംഗ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് ടു സർക്യൂട്ട്, വൺ ഇസ് പ്രൈമറി സർക്യൂട്ട് ആൻഡ് അതർ വൺ ഇസ് സെക്കൻഡറി സർക്യൂട്ട്. അതിന് രണ്ട് സർക്യൂട്ട് ഉണ്ട്. ഈ രണ്ട് വൈൻഡിങ്സും തമ്മിൽ ഒരു ഇലക്ട്രിക്കൽ കണക്ഷൻസും ഇല്ല, പക്ഷെ മാഗ്നറ്റിക്കലി അവരെന്ത് ചെയ്തിട്ടുണ്ട്, കപ്പിൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ടു ചേഞ്ച് ഹൈ വോൾട്ടേജ് ലോ കറന്റ് എ സി പവർ ടു ലോ വോൾട്ടേജ് ഹൈ കറന്റ് എ സി പവർ. അതായത് ഹൈ വോൾട്ടേജ് ലോ കറന്റ് എ സി പവറിൽ നിന്നും ലോ വോൾട്ടേജ് ഹൈ കറന്റ് എ സി പവറിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെൽഡിംഗ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യാറ്. ഈ വെൽഡിംഗ് ട്രാൻസ്ഫോമറിന്റെ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എപ്പോഴും 440 വോൾട്ട് ഓർ 220 വോൾട്ട് ആയിരിക്കും. ഇതിന്റെ എന്താ പറയാ ഔട്ട്പുട്ട് സൈഡിലുള്ള ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എപ്പോഴും 10 to 100 വോൾട്ട് ആയിരിക്കും. പിന്നെ ഇതിൽ റൊട്ടേറ്റിംഗ്, ഇറ്റ് ഹാസ് നോ റൊട്ടേറ്റിംഗ് പാർട്സ്, ഇറ്റ് ഈസ് എയ്തർ എയർ കൂൾഡ് ഓർ ഓയിൽ കൂൾഡ് ആണ്. അതുകൊണ്ട് എന്താ പറയുക, ഇതിന് റൊട്ടേറ്റിംഗ് പാർട്സുകളൊന്നും ഇല്ല. ഇതാണ് വെൽഡിംഗ് ട്രാൻസ്ഫോമർ. അതായത് ഹൈ വോൾട്ടേജ് ലോ കറന്റ് എ സി പവറിൽ നിന്നും ലോ വോൾട്ടേജ് ഹൈ കറന്റ് എ സി പവറിലേക്ക് ഒരു ചേഞ്ച് നടത്താൻ വേണ്ടിയിട്ട് വെൽഡിങ്ങിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, ഈ വെൽഡിംഗ് ട്രാൻസ്ഫോമർ. അതിനുവേണ്ടി ഈ പവർ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ട്രാൻസ്മിഷൻ നെറ്റ്വർക്ക് ഫോർ സ്റ്റെപ്പിംഗ് അപ്പ് ഓർ ഡൗൺ ദ വോൾട്ടേജ് ലെവൽ. അതായത് ഇത് ട്രാൻസ്മിഷൻ നെറ്റ്വർക്സിലൊക്കെ യൂസ് ചെയ്യുന്നത് പവർ ട്രാൻസ്ഫോമർ ആണ്. ഇത് ഹൈ ഓർ പീക്ക് ലോഡിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ മാക്സിമം എഫിഷ്യൻസി ആണ് ഇതിന്. പിന്നെ എന്താ പറയാ, ഇതിൽ at this high voltage power may not be distributed to the consumers directly. This must be stepped down to the desired level at the receiving end with the help of a step down transformer. ഇതിൽ രണ്ട് കണ്ടീഷൻ ഉണ്ട്. ലോ ലെവൽ പവർ മസ്റ്റ് ബി സ്റ്റെപ്ഡ് അപ്പ് ഫോർ എഫിഷ്യന്റ് ഇലക്ട്രിക്കൽ പവർ ട്രാൻസ്മിഷൻ. അതായത് ഇപ്പൊ പവർ ഭയങ്കര കുറവാണെന്ന് വിചാരിക്കുക. ആ സമയത്ത് നമുക്ക് വല്ല ഇലക്ട്രിക്കൽ പവർ ട്രാൻസ്മിഷൻസും ചെയ്യാനുണ്ടെങ്കിൽ ഈ ലോ ലെവൽ പവറിനെ നമ്മൾ ഒന്ന് കൂട്ടേണ്ടി വരും. അങ്ങനെ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യാം. അതായത് എന്തെങ്കിലും ഒരു ഇലക്ട്രിക്കൽ പവർ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് നമുക്ക് ലോ ലെവൽ പവർ ആണ് ഉള്ളെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്തിട്ട് ഇതൊന്ന് കൂട്ടാം. ഇനി വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹൈ വോൾട്ടേജസ് ഒന്നും നമുക്ക് കൺസ്യൂമേഴ്സ് നമുക്ക് ഡയറക്ട്ലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഹൈനെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഒന്ന് ലോ ആക്കേണ്ടി വരും. അങ്ങനെ ലോ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്യാം. അപ്പൊ അതൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് ഈ പവർ ട്രാൻസ്ഫോമറിന്റെ കേസിലാണ്. പിന്നെ ഇലക്ട്രിക്കൽ പവർ ട്രാൻസ്ഫോമർ ഡസ് പ്ലേസ് എ വൈറ്റൽ റോൾ ഇൻ പവർ ട്രാൻസ്മിഷൻ. പവർ ട്രാൻസ്മിഷനിലൊക്കെ ഭയങ്കര റോള് കളിക്കുന്ന ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഈ പവർ ട്രാൻസ്ഫോമർ തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ട്രാൻസ്ഫോമറിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇനി വരുന്ന ഈ രണ്ട് സ്ലൈഡിൽ ഞാൻ ഇതുവരെ വന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞ സെക്ഷനിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ EMF ഇക്വേഷൻസും പിന്നെ ബാക്കി കുറച്ച് തിയറി ക്വസ്റ്റ്യൻസ് ഒക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളുടെ നോട്ട്സിൽ ഇതെല്ലാം എഴുതിയിട്ട് ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ വല്ല ഡൗട്ടും ഉണ്ടെങ്കിൽ അത് പേഴ്സണൽ ആയിട്ട് വന്ന് ചോദിക്കുക. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ അറിയാൻ ശ്രമിക്കുക കേട്ടോ. ബാക്കി ഇതോടുകൂടി നമ്മളെ സെക്കൻഡ് മൊഡ്യൂൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്ക് തേർഡ് മൊഡ്യൂളിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. എന്താ പറയാ, ഓട്ടോ ട്രാൻസ്ഫോമർ, ടു വൈൻഡിങ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ ട്രാൻസ്ഫോമർ ആണ്. പിന്നെ EMF ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓട്ടോ ട്രാൻസ്ഫോമർ ചോദിച്ചിട്ടുണ്ട്. പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ട്. ആ പ്രോബ്ലംസ് ഒക്കെ നമ്മളുടെ എന്ത് വെച്ചിട്ടാണ്, നമ്മളുടെ EMF ഇക്വേഷൻ ഓഫ് എ ട്രാൻസ്ഫോമറിന്റെ ഇക്വേഷൻസ് ആണ് അതിൽ മാറിയിട്ടുള്ളത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് എന്തായാലും പഠിക്കാം. ഓക്കെ, സോ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു എവരി വൺ.